വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ച് എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭ, ഈ സഭ നിലനിന്നത് സർദീസ് സഭയ്ക്ക് ശേഷം AD 1751 മുതൽ 1906 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ സഭ നിലനിന്നത്. ഈ ഫിലഡൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം സഹോദര സ്നേഹമുള്ള സഭയെന്ന, സഹോദര സ്നേഹമുള്ള സഭ. ഗ്രീക്കിൽ 2 വേർഡ് അതിന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം എടുത്താട്ടെ. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഇങ്ങനെയാണ്, സ്തോത്രം, അതിന് ഫിലിയോ അഡൽഫോസ് എന്ന 2 ഗ്രീക്ക് പദമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ആമേൻ. ആ പദത്തിൽ നിന്നാണ് ഫിലദൽഫിയ എന്നുള്ള ഒരു പദം ഉണ്ടായത്. ഫിലിയോ അഡൽഫോസ് എന്ന 2 പദത്തിൽ നിന്ന്. അങ്ങനെയാണ് ഫിലദൽഫിയ സഭ എന്ന് അറിയപ്പെടുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഏതാണ്ട് സർദീസിൽ നിന്ന് 20 മൈൽ തെക്ക് കിഴക്കായി, ആമേൻ, ഹെർമീസ് സമഭൂമിയിൽ അറ്റലാസ് ഫിലദൽഫസ്റ്റ് പണി കഴിപ്പിച്ച ഒരു നഗരമാണ് ഈ ഫിലദൽഫിയ എന്ന് പറയുന്നത്. ഫിലദൽഫറ്റ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവാണ് ഈ ഫിലദൽഫിയ പട്ടണം പണിയുവാൻ ഇടയായിത്തീർന്നു. ഒരു പുരാതന പട്ടണമായിരുന്നു ഇത്. ഇന്ന് ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു പട്ടണം അമേരിക്കയിലുണ്ട്. അവിടെ ഒത്തിരി ക്രൈസ്തവരും പിന്നെ മലയാളികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശമാണ് ഫിലദൽഫിയ എന്ന് പറയുന്നത്. ആ ദേശത്തെ പറ്റിയല്ല പറയുന്നത്. പിന്നെയോ ഇത് തുർക്കിയിലുള്ള, തുർക്കി പട്ടണത്തുള്ള, അല്ല തുർക്കി രാജ്യത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ഫിലദൽഫിയ ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ സഭ നിലനിന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പട്ടണം ഇപ്പോഴുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴുണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിന് വ്യത്യാസം വന്നു. ഇതിൻ്റെ പേര്, ഇപ്പോഴുള്ള പേര് അള്ളാഷേർ എന്നാണ്. അള്ളാഷേർ. ആമേൻ. അവിടെ ഒരു പള്ളിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അത് ദൈവത്തിൻ്റെ നഗരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദേശത്തിന് ആ സഭ ആ പേര് കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. അത്രയും ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഞാൻ ആ സർദീസ് സഭയെപ്പറ്റി അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്തോത്രം. പിന്നെ അതിൻ്റെ അടുത്ത പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭയെപ്പറ്റിയുള്ള ദൂതുകളാണ്. ദൈവത്തിന് കൊടുക്കാനുള്ള ചില ദൂതുകൾ സഭയ്ക്കുണ്ട്. ആമേൻ. ആ ദൂത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം സഭയോട് പറയുക, ഒരു അനുമോദനമാണ് കൊടുക്കുന്നത്. ആ അനുമോദനം എന്ന് പറയുന്നത്, ആമേൻ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ സർദീസ് സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന അനുമോദനം എന്ന് പറയുന്നത്, നിനക്ക് ശക്തി അല്പമേ ഉള്ളൂ എങ്കിലും എൻ്റെ നാമം എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്പശക്തിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരെല്ലാം കവർന്ന് ദുരാചാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അവരെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ള ശക്തി കൊണ്ട് അവർ പിടിച്ചു നിന്നു.
കാരണം ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. ആദ്യ നൂറ്റാണ്ടുണ്ടായിരുന്ന ശക്തിയാണ് ഏറ്റവും വലുതെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീർന്ന ഒരു സഭയാണ് ഫിലദൽഫിയ ദൈവസഭ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനം നീ കാത്തു. അനേകർ കള്ളപ്രവാചകന്മാര് ഈ സഭയിലേക്ക് കടന്നു വന്നു, പക്ഷെ നീ അവരെ തള്ളിക്കളഞ്ഞു, നീ അവരെ നിഷേധിച്ചു, നീ അവരുടെ കൂടെ കൂടിയില്ല, അവരുടെ ആലോചനകളെ നീ ഏറ്റെടുത്തില്ല. നീ ഉള്ള ശക്തി കൊണ്ട് നീ അതിനെ എന്തിനു ചെയ്തു? തർജ്ജനം ചെയ്ത് അവരെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ നാമത്തെ നീ എന്ത് ചെയ്തു? മുറുകെ പിടിച്ചു. ഇന്ന് പകൽക്കാലം നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നമ്മൾ ഒരു ഭവനത്തിൽ ഒറ്റപ്പെട്ടാലും ഒരാളെയുള്ളെങ്കിലും നമ്മുടെ കൂടെ ആരും നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവരായി തീരണം. സ്തോത്രം. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയായിത്തീരരുത്. നിനക്ക് ലഭിക്കപ്പെട്ട ശക്തിയിൽ നിന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ വീറോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരണം. വചനത്തെ കാത്തുകൊള്ളണം. ആമേൻ. ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ജെറാൾഡ്, സത്യം ഇതാണെന്ന് തനിക്ക് ശക്തമായിട്ട് മനസ്സിലായി. എങ്കിലും കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറയുക, നമ്മുടെ ചർച്ചിൽ ഒന്ന് പോകണ്ടേ പാസ്റ്ററെ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്ന് അവിടെ വന്ന് കേട്ടത് എന്താ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? സ്തോത്രം. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്ന് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും നിന്ന് സ്വർഗത്തിൽ പോകാം. അല്ല, നിങ്ങൾ പോകുന്ന റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഏതായാലും വന്നാലും കൊള്ളാം, വന്നില്ലേലും കൊള്ളാം, വചനം നമ്മളുള്ള പോലെ പറയണ്ടേ? അത് വേണം. സ്തോത്രം. അറിയാതെ പോകരുത്. ആമേൻ. അതുകൊണ്ട് സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഈ ബൈബിൾ വായിക്കാൻ ആമേൻ അധികാരം കൊടുക്കാതെ പുരോഹിതന്മാർ ബൈബിളിനെ മറച്ചു വെച്ചിരിക്കുക. ജനത്തിന് വചനം വായിക്കാൻ കൊടുക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല സത്യമെന്തെന്ന്. അവർ ഓതിക്കൊടുക്കുന്നത് വചനമെന്ന് ഇന്ന് ആമേൻ സാമുദായിക സഭകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർദീസ് സഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറഞ്ഞത്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, നിനക്ക് തന്ന വചനത്തെ നീ അനുസരിച്ചു, അതിൽ നീ മുറുകെ പിടിക്കുവാനിടയായിത്തീർന്നു, എൻ്റെ നാമത്തെ നീ ഒട്ടും നിഷേധിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. ഒരു വലിയ അനുമോദനമാണ് ദൈവസഭയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് പ്രാവച്ചമ്പലം ദൈവസഭയോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നമ്മൾ ചെറിയ കൂട്ടമായിരുന്നാലും അല്പമേ ശക്തിയുള്ളെങ്കിലും ഈ തിരുവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. സകലതും മാറിയാലും ദൈവവചനത്തിന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം വരത്തില്ല എന്ന് കർത്താവ് തന്നെ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിന് നമുക്ക് മുറുകെ പിടിക്കുവാൻ ഇടയായി തീരട്ടെ. രണ്ടാമത് സഭയ്ക്ക് കൊടുത്തത് ഹല്ലേലൂയ ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. ആമേൻ. എന്താ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തത്? ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അപ്പൊ നോക്കിക്കേ, അവർ യഹൂദരല്ല, പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ യഹൂദരാ, ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാ എന്ന് പറഞ്ഞു വരുന്നവരെ ദൈവം തന്നെ പള്ളിക്കകത്ത് എഴുന്നേൽപ്പിച്ച് ആ സഭയ്ക്കകത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരല്ല, കളവായിട്ട് ഞങ്ങളും രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങളും ദൈവത്തെ വിളിക്കുന്നവരാണ്, യേശുവിനെ അറിഞ്ഞവരാണ് എന്ന് പറഞ്ഞൊക്കെ പലരും വരും. പക്ഷേ അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. നിന്റെ ആരാധന കണ്ടിട്ട്, നിന്റെ വിശ്വാസം കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അവരും നിന്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യും? ഈ ദൈവത്തെ അറിയുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം അവർക്ക് കൊടുത്ത, കർത്താവ് കൊടുത്ത ഒരു മുന്നറിയിപ്പായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ മുന്നറിയിപ്പിനെ അവർ മനസ്സിലാക്കി ജീവിച്ചു എന്നാണ് ഫിലദൽഫിയ സഭയെപ്പറ്റി പറയുവാനിടയായിത്തീർന്നത്. അടുത്ത കാര്യം, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്തം എന്താണ് ദൈവം കൊടുത്ത വലിയ വാഗ്ദത്തം? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-12
വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മഹോപദ്രവകാലം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മഹോപദ്രവകാലം ഇതുവരെയും ഉണ്ടാകാത്ത ഒരു കഷ്ടം അന്ന് ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം ദാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ഉപദ്രവം സഭയ്ക്ക് നേരിടും. അപ്പോൾ സത്യസഭയ്ക്ക് ഈ ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ളതാണ് വിഷയം. ഇന്ന് ചിലർ പഠിപ്പിക്കും ഉണ്ടാകും, ചിലർ പഠിപ്പിക്കും ഉണ്ടാകത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു വലിയ പീഡനകാലം ഇനി വരാൻ പോകുകയാണ്. ആ പീഡനകാലത്ത് നമ്മളിവിടെ ഉണ്ടാകുമോ? സഭ എടുക്കപ്പെടും. കാരണം ഈ വാക്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒറ്റ വാക്യം പറഞ്ഞാൽ ആ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം ഈ ലോകത്തിലേക്ക് വരുന്നതാണ് മഹോദരവം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഭരണത്തിന് വേണ്ടി രംഗപ്രവേശനം ചെയ്യുമ്പോൾ സഭയാകുന്ന നമ്മൾ ഇവിടെ കാണത്തില്ല. ഒരു പ്രത്യാശ പോലും ഇല്ല അത് പറഞ്ഞിട്ടും. സ്തോത്രം. പലരും വിചാരിക്കുന്ന പാസ്റ്ററെ ഇത്ര ഏക്കർ മേടിച്ചിട്ടുണ്ട്, അതിനകത്ത് തെങ്ങ് നടണം, റബ്ബർ നടണം, ഇന്ന കാര്യങ്ങൾ നടണം. അപ്പം നമ്മൾ ഇവിടുന്ന് പോയാൽ കാര്യം നടക്കുമോ? എത്ര നൈറ്റ് വിറ്റ് തീർക്കണം സിറ്റിയിൽ, അല്ലേ? സ്തോത്രം. അപ്പം സഭ ഇവിടുന്ന് പോയാൽ കാര്യം നടക്കുമോ? ഇതൊക്കെ ആര് പിന്നെ ചെയ്യും? ആമേൻ. നമ്മൾ ഈ വിഷമിച്ച് ഈ കയ്യടിയും പ്രാർത്ഥനയും നിന്നയും പരിഹാസമൊക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ചേർക്കാൻ ഒരേ വേഗത്തിൽ വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതെല്ലാം കളയച്ച് ഇവിടുന്ന് പറക്കും, ഇവിടുന്ന് നമ്മൾ പോകും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ, സഭയെ, പ്രാപച്ചമ്പല സഭയെ, നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, നീ വേർപെട്ടതാണെങ്കിൽ, ഒരു ആന്റി ക്രൈസ്റ്റ് ഈ ലോകത്തിലേക്ക് ഭരണം എടുക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വന്ന് എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. നീ ആ രാജ്യത്തിൽ നിൽക്കത്തില്ല. നീ ഈ കഷ്ടതയുള്ള രാജ്യത്തിൽ നീ കാണത്തില്ല. അതിനു മുമ്പേ നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതാ ദൈവം സഭയ്ക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഭരണം വരുന്നതിന് മുമ്പേ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകും. ആമേൻ. സ്നാനപ്പെടാത്തവര്, രക്ഷിക്കപ്പെടാത്തവര്, ആമേൻ, എത്ര ദൂത് കേട്ടാലും ഒരു ഗുണം പിടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തിൽ ചേർക്കപ്പെടും. സ്തോത്രം. അന്ന് അവർ മനസ്സിലായി, അയ്യോ അന്ന് അവർ പോയെടുത്ത് പോയാൽ മതിയായിരുന്നു, അവർ കൂടിയെടുത്ത് കൂടിയാൽ മതിയായിരുന്നു. നമ്മൾ എത്ര നാൾ യേശുവിനെ വിളിച്ചിട്ടൊന്നും നമുക്ക് മാറ്റം ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അന്നുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ RC-കാരോടും CSE-കാരോടും മർത്തോമക്കാരോടൊക്കെ ഈ സുവിശേഷം പറയുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, സത്യം ഒന്നേ ഉള്ളൂ, അത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, ഭൂമിയിലുണ്ടാകുന്ന കഷ്ടതയിൽ നിന്ന് നമ്മെ ദൈവം വിടുവിക്കും, സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നിട്ട് അടുത്ത കാര്യം പറയുന്നത്, ജയിക്കുന്നവന്, ആ ഭാഗം എടുത്തട്ടെ, ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഇപ്പൊ സർദീസ് സഭയില് ഒരു തൂണ് പോലും ഇല്ല. അന്ന് വെച്ച ആലയത്തിൽ ഒരു തൂണ് പോലും ഇല്ല. എല്ലാം പൊളിഞ്ഞു പോയി. ആമേൻ. സ്തോത്രം. അവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ സഭയെ കണ്ടിട്ട് പറയുകയാണ്, സർദീസ് സഭയെ, നീ നേരെ ചൊവ്വേ നിന്നാൽ ഞാൻ എൻ്റെ ആലയത്തിൽ ഇതുപോലൊരു തൂണ് ആക്കി തീർക്കും. കർത്താവ് പണിയുന്ന ഈ ആലയത്തിൽ മറിഞ്ഞു പോകാത്ത, ചെരിഞ്ഞു പോകാത്ത, താഴെ വീഴാത്ത ഒരു തൂണ് പോലെ ഞാൻ നിന്നെ എൻ്റെ ആലയത്തിൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ആ ചർച്ചിനെ അനേക തൂണുകൾ ഫിലദൽഫിയ സഭയിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഇപ്പോഴത്തെ കാലത്തെല്ലാം തകർന്നു പോയി. പക്ഷെ കർത്താവ് സഭയോട് പറയുക, നീ എൻ്റെ ആലയത്തിൽ ജയിച്ചു നിന്നാൽ, നീ പിടിച്ചു നിന്നാൽ, ഹല്ലേലൂയ, ഞാൻ ഇതുപോലെ നിൽക്കുന്ന ആലയത്തിലെ തൂണാക്കി നിങ്ങളെ ഓരോരുത്തരും എൻ്റെ ആലയത്തിൽ നിർത്തുമെന്ന് കർത്താവ് ഒരു
ആമേൻ ആ വാഗ്ദത്തം കൊടുത്തു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. ആമേൻ. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിൽ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഞാനൊരു പുതിയ പേര് കൊടുക്കും. ഞാനൊരു പുതിയ പേര് കൊടുക്കും. ഈ ഫിലദെൽഫിയയ്ക്ക് തന്നെ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒത്തിരി പേര് ഈ ഫിലദെൽഫിയ നഗരത്തിന് തന്നെ. അത് ഓരോ രാജാക്കന്മാർ മാറി മാറി വരുമ്പോൾ അവരുടെ ഇഷ്ടമനുസരിച്ച് ഇതിന് ഓരോ പേര് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് നമ്മൾ മുമ്പേ കണ്ട് അല്ലേ? എന്ത് പേരാ അത് കൊടുത്തത്? സ്തോത്രം. അതിന് ആമേൻ സ്തോത്രം. ആ ഫിലദെൽഫിയയ്ക്ക് ഒരു പേര് കൊടുത്തത് അല്ലല്ലിയ അള്ളാഷേർ അല്ലേ? അള്ളാഷേർ എന്നാണ് ഒരു പുതിയ പേര് അതിന് കൊടുത്തിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെ ഓരോ രാജാക്കന്മാർ വരുന്നതനുസരിച്ച് എന്താ ആമേൻ ഈ ഫിലദെൽഫിയ നഗരത്തിന് ഓരോ പേര് കൊടുക്കും. അന്നത്തെ നിലവിൽ അത് കണ്ടിട്ട് ആ കർത്താവ് പറഞ്ഞത്, ആമേൻ ഞാൻ നിനക്ക് തരുന്നൊരു പുതിയ പേരായിരിക്കും. രാജാക്കന്മാർ കൊടുക്കുമ്പോഴുള്ളൊരു പേരല്ല, ഞാനൊരു പുതിയ പേര് സ്വർഗത്തിൽ വരുമ്പോൾ ഫിലദെൽഫിയ സഭയെ ഞാൻ നിനക്ക് തരും. ഒരു പുതിയ നാമവും ഞാൻ അവന് കൊടുക്കും എന്ന് കർത്താവ് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. പുതിയ യെരൂശലേം എന്ന ഒരു നഗരം, അത് ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം. ഒരു പുതിയ പേര് ദൈവമക്കളെ നമുക്ക് ലഭിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ തോമാച്ചൻ എന്നറിയപ്പെടുമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തോമാച്ചൻ എന്നുള്ള പേരല്ല, പിന്നെ ഒരു പുതിയ പേര് കർത്താവ് നൽകും. പ്രൈസ് ദി ലോർഡ്. അത് എവിടെ ചെല്ലണം? എവിടെ ചെല്ലണം? അവിടെ ചെന്നെങ്കിലേ ഈ പേര് കിട്ടൂ. അതിനുള്ള വഴിയാണ് നമ്മൾ ഈ നോക്കുന്നതൊക്കെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പേരിന് ഒരു വ്യത്യാസമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സഭയ്ക്ക് ഒരു കുറവില്ല. മറ്റുള്ള സഭയ്ക്കൊക്കെ ഒരു കുറവ് കൊടുത്തു. എഫെസോസ് സഭയ്ക്ക് ഒരു കുറവ് കൊടുത്തു. എന്താ കുറവ് കൊടുത്തേ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അങ്ങനെ പല സഭകൾക്ക് ഓരോരോ കുറവ് കൊടുത്തപ്പോൾ ഫിലദെൽഫിയയ്ക്ക് മാത്രം കുറവില്ല. പിന്നെ കൊടുത്തത് അനുമോദനങ്ങളും പിന്നെ വാഗ്ദത്തങ്ങളും പ്രബോധനങ്ങളും ഒക്കെയാണ് സഭയ്ക്ക് കൊടുത്തത്. അവസാനമായിട്ട് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 3:11 വായിക്കുന്നത് സഭയ്ക്ക് കൊടുത്തൊരു കാര്യം, ഒരു വലിയ പ്രബോധനം കൊടുത്ത്. ആ പ്രബോധനം ഇങ്ങനെയായിരുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് അത് കർത്താവ് ഒന്നും പിടിച്ചു വെക്കുകയില്ല കേട്ടോ. നമുക്കൊരു കിരീടം ഉണ്ടെങ്കിൽ ആര് പിടിക്കണം? അജി ബ്രദറെ, നമ്മൾ തന്നെ പിടിക്കണം. എനിക്ക് ദൈവം തന്നിട്ടുള്ള കിരീടം ഞാൻ സൂക്ഷിക്കണം. അത് എൻ്റെ ഭാര്യയുടെ കൊടുക്കാൻ വ്യവസ്ഥയില്ല, മക്കളെ കൊടുക്കാൻ വ്യവസ്ഥയില്ല. ആമേൻ. ആ കിരീടം അവനോൻ തന്നെ പിടിച്ചോണം. നമ്മൾ പറയും എൻ്റെ ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല. സ്തോത്രം. കർത്താവ് പറയാണ്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളണം. ഒരുപക്ഷെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ഭയമുള്ളവനായിരിക്കാം, അവൻ ആരാധനയ്ക്ക് പോകുന്നവനായിരിക്കാം. അതുകൊണ്ട് ഭാര്യ സ്വർഗത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. ആ ബന്ധം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഭാര്യ ഭർത്തൃബന്ധം. സ്വർഗത്തിൽ ഈ ബന്ധങ്ങളേ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അധികാരം അത് നഷ്ടപ്പെടാതെ വണ്ണം നാം തന്നെ അത് മുറുകെ പിടിച്ചുകൊള്ളണം. ഇതാണ് സഭയ്ക്ക് കൊടുത്ത പ്രബോധനം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു 18-ാം നൂറ്റാണ്ട് 17-18 നൂറ്റാണ്ടിലേക്ക് ഈ ഫിലദെൽഫിയ സഭ കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് ആമേൻ ദൈവം ആമേൻ അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനാണ് വില്യം കേറി. കേട്ടിട്ടുണ്ടോ? വില്യം കേറിയെ പറ്റി കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. സ്തോത്രം. 1-2 പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. വില്യം കേറിയെ പറ്റിയൊക്കെ നന്നായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു മിഷണറിയാണ് 18-ാം നൂറ്റാണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ മനുഷ്യനാണ് ഹല്ലേലൂയ സ്തോത്രം സ്കൂളുകൾ സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായിട്ട്. ആമേൻ. വില്യം കേറി, ഇംഗ്ലണ്ടുകാരനായ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഹല്ലേലൂയ 1761 ജനിച്ച് 1834 മരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഇംഗ്ലീഷ് മിഷണറി ആയിരുന്നു താന്. ഒരു ബാപ്റ്റിസ്റ്റ് സഭയുടെ ആമേൻ മിഷണറിയായി പ്രവർത്തകനായിട്ട് താൻ പ്രവർത്തിച്ചു. സാമൂഹിക ഒരു പരിഷ്കർത്താവായിരുന്നു. ആമേൻ. അതുപോലെ
സാംസ്കാരിക നവവംശാസ്ത്രജ്ഞനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പല ബിരുദങ്ങളും താൻ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആര്? വില്യം കേറി എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ ദൈവം തന്നോട് പ്രത്യേകമായ ഒരു മമതയുണ്ടായിരുന്നു. തന്നെ ദൈവം വിളിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞു, ആമേൻ, നീ ഇവിടം വിട്ടിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകണം. ഈ വില്യം കേറിയെ പറ്റി പഠിക്കുമ്പോൾ താൻ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു എങ്കിലും ആമേൻ ഇടക്കാലം കൊണ്ട് ക്രിസ്തുവിനെ വേണ്ടതുപോലെ രുചിച്ചറിഞ്ഞു. അതിനുശേഷം തൻ്റെ 16-ാമത്തെ വയസ്സിൽ താന് ഒരു ഷൂ റിപ്പയറായി മാറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഷൂ മേക്കർ അല്ല, ഷൂ റിപ്പയർ ചെയ്യുന്നയാൾ. ഷൂസൊക്കെ പൊളിഞ്ഞു പോയാൽ അതിനെ എവിടെയെങ്കിലും ഒരു വഴിയരിയിൽ ഇരുന്നു കൊണ്ട് അതിനെ തുടച്ച് വൃത്തിയാക്കി അതിനെ തയ്ച്ചു കൊടുക്കുന്ന പണിയായിരുന്നു ആരുടെ ജോലി? വില്യം കേറിയുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ താന് ഒരു ചെരുപ്പ് കുത്തിയായിട്ട് മാറി 30 വയസ്സോളം താൻ ആ പ്രവർത്തനം അവിടെ ചെയ്തു. അതിനുശേഷം താൻ ലാറ്റിൻ ഭാഷയും ഡച്ച് ഭാഷയും ഗ്രീക്ക് ഭാഷയും ഹീബ്രു ഭാഷയും താൻ പഠിച്ചതിന് ശേഷം താൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ഈ ഭാഷകളിലേക്കൊക്കെ ബൈബിള് താൻ വിവർത്തനം ചെയ്തു. പഠിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, 1 ശമൂവേൽ 12-ാം അധ്യായം 23-ാമത്തെ വാക്യം തന്നെ ശരിക്കും ടച്ച് ചെയ്തു. ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം. എന്താണ് തൻ്റെ ഉള്ളിലുണ്ടായ വലിയ പ്രകാശം? ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നതിനാൽ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരരുത്. കണ്ടോ, ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയുടെ പാപം ചെയ്യുവാൻ. അപ്പൊ പാപം ചെയ്യാൻ നമ്മൾ ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അങ്ങനെയുള്ള നീച പ്രവൃത്തികൾക്കൊന്നും പോകണ്ട. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപം തന്നെ. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താണ്? പാപമാ. വചനം വായിച്ചപ്പോൾ വില്യം കേറി ഇത് ശരിക്കും ടച്ച് ചെയ്തു. തനിക്ക് മനസ്സിലായി, യേശുവിനെ പറ്റി അറിയാത്ത രാജ്യത്തിലേക്ക് എനിക്ക് പോകണം. ഹല്ലേലൂയ. ഇത് തൻ്റെ ഉള്ളിൽ കിടന്നങ്ങനെ കലങ്ങാൻ തുടങ്ങിയപ്പോൾ താന് കപ്പൽ മാർഗം വഴി, ഹല്ലേലൂയ, ഈ കടലിനപ്പുറത്ത് ഒരു രാജ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അത് ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ എന്ത് ചെയ്തു? കപ്പലിൽ യാത്ര ചെയ്ത്, അന്ന് പോർട്ടീസുകാരൊക്കെ ഇവിടെ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പേരിൽ ആർക്കും വരാമായിരുന്നു. പക്ഷെ തൻ്റെ യാത്രയെ പല പ്രാവശ്യവും ഈ പോർട്ടീസുകാർ തടഞ്ഞു. സ്തോത്രം, വരാതിരിക്കുവാൻ. ഹല്ലേലൂയ. താൻ ഒരു സുവിശേഷകനായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ പലരും തടയുവാൻ ശ്രമിച്ചുവെങ്കിലും പല പ്രാവശ്യവും തൻ്റെ യാത്ര മുടങ്ങിയെങ്കിലും വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ 1793 താൻ കപ്പൽ കയറി കൽക്കട്ട എന്ന് പറയുന്ന ദേശത്തേക്ക് താൻ വന്നിറങ്ങി. പ്രൈസ് ദി ലോർഡ്. സുവിശേഷീകരണം അവിടെ മുതൽ ആരംഭിക്കുകയാണ്. കൽക്കട്ടയിലേക്ക് വന്നപ്പോൾ തന്നെ വേദനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഒത്തിരി പ്രതിസന്ധികളെ താൻ തരണം ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് നമുക്കറിയാം ഒരു പ്രത്യേക രീതിയിലാണ് അന്നത്തെ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അന്ന് ഹൈന്ദവ രീതിയിലുള്ള ആചാരപ്രമാണങ്ങൾ മുഴുവനാണ് അവിടെ നിന്നത്. അയിത്തങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ വില്യം കേറി ഇന്ത്യയിലേക്ക് വരുന്ന സമയം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. താൻ വളരെ പ്രതിസന്ധി അനുഭവിച്ചു. അന്ന് തനിക്കുണ്ടായിരുന്ന ആ മക്കൾ 3 പേരും മരണപ്പെട്ടു. കാരണം അവിടുത്തെ പ്രകൃതി പിടിക്കുന്നില്ല. സ്തോത്രം. ഭാര്യയ്ക്ക് ഒട്ടും തൃപ്തിയില്ലായിരുന്നു ഇന്ത്യയിലേക്ക് പോകാനായിട്ട്. ഭാര്യ പറഞ്ഞു, വേണ്ട, നമുക്ക് പോകണ്ട, ഇന്ത്യയിലെ ജീവിതം ശരിയാകത്തില്ല, അത് പോകണ്ട എന്ന്, തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യ ഈ പ്രവർത്തനത്തിന് തികച്ചും എതിരായി നിന്നിരുന്നു. ആമേൻ. എങ്കിലും തൻ്റെ ഉള്ളിൽ ലഭിക്കപ്പെട്ട ആ വലിയ ദർശനം നിറവേറ്റുവാൻ താൻ ഇന്ത്യയിലേക്ക് വന്നു. തൻ്റെ 3 മക്കൾ ഓരോന്നായിട്ട് മരിച്ചു. ഇന്ത്യയിലുള്ള മാരകമായ കോളറ എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് ഓരോ മക്കളും മരിക്കുകയാണ്. ഈ മരണത്തിനൊക്കെ ഇന്ത്യക്കാരല്ല ശവം അടക്കുന്നത്. തൻ്റെ സ്വന്തം കൈകൊണ്ട്, അപ്പൻ്റെ സ്വന്തം കൈകൊണ്ട് ഈ കുഞ്ഞിനെ കുഴി മാന്തി, ഹല്ലേലൂയ, കുഴിക്കകത്ത് വെച്ചു അടക്കി. തിരിച്ചു വന്നു, വീണ്ടും സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞും രോഗം ബാധിച്ചു. ആ കുഞ്ഞും മരിച്ചു. തൻ്റെ കൈകൊണ്ട് തന്നെ അടക്കി. 3 ഡെഡ് ബോഡിയും തൻ്റെ കരം കൊണ്ട് തന്നെ അടക്കി. അപ്പോൾ സ്വന്തം ഭാര്യ പറഞ്ഞു, ഇയ്യോബ് പറഞ്ഞ പോലെ പറഞ്ഞു, എന്തിനാ ഇത്ര വിഷമിച്ച് ഇവിടെ നിൽക്കുന്നത്?
നമുക്ക് ഇന്ത്യയെ വിട്ടു പോകാം. താൻ പറഞ്ഞു, ഇല്ല, എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ഇന്ത്യയിലെ സുവിശേഷീകരിക്കാനാ, ഇന്ത്യയിലോട്ടാ എന്നെ വിട്ടിരിക്കുന്നത്. ആമേൻ. 3 മക്കളുടെ മരണവും ഈ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക് താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ അവൾ ഒരു ഭ്രാന്തിയായി മാറ്റപ്പെട്ടു. തനിയൊരു ഭ്രാന്തിയായി തീർന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പോയി, തൻ്റെ ഭാര്യ ഭ്രാന്തിയായി, വില്യം കേറി ആകപ്പാടെ വിഷമത്തിലായി. എങ്കിലും സുവിശേഷീകരണം താൻ വിട്ടുകൊടുത്തില്ല. ആമേൻ, ആമേൻ. അക്രമങ്ങൾ ഈ ഭാര്യ ഉണ്ടാക്കാൻ തുടങ്ങി. ഭ്രാന്തിയായി കഴിഞ്ഞപ്പോൾ മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടടയ്ക്കുവാൻ തനിക്ക് മനസ്സിലാതെ വന്നു. തൻ്റെ മുറിക്കകത്ത് തന്നെ പൂട്ടിയിട്ട് പകൽ മുഴുവൻ സുവിശേഷിക്കാനായി വില്യം കേറി ഇറങ്ങും. നമ്മളാണെ പോകുമോ? നമ്മളാണെ പോകുമോ? അല്ലേ? സ്തോത്രം. പലപ്പോഴും ഞാൻ പാൻറ്റും ഒക്കെ ഇട്ട് ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് അമ്മ പറയും, എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക്. അങ്ങ് ദൂരെയാണ് പോകുന്നത്. ആ ദൂരെയാണ് പോകുന്നത്. ഇങ്ങനെ കൈവെക്കും. എന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റയ്ക്കായിട്ടിട്ട് പോവുകയാണോ? ഞാൻ പോയിട്ട് ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പോകുന്നത്. സ്തോത്രം. അപ്പം മോളോ വൈഫോ ആരെങ്കിലും യാത്രയിലായിരിക്കും ഇങ്ങോട്ട് വരാനുള്ളത്. എങ്കിലും ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അമ്മയുണ്ട് അപ്പനുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? കണക്ക് കൊടുക്കേണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വില്യം കേറിക്ക് സുവിശേഷീകരണമായിരുന്നു വലുത്. ആ ഭ്രാന്തിയായ ഭാര്യയെ തൻ്റെ മുറിക്കകത്ത് അടച്ചിട്ട് താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. രാജ്യമൊട്ടാകെ പോയി സുവിശേഷം പ്രസംഗിച്ചു. അവിടുത്തെ ഇന്ത്യക്കാരുടെ കൾച്ചർ മനസ്സിലാക്കി. സ്തോത്രം. അന്ന് മനസ്സിലായി ഇന്ത്യക്കാർക്ക് ഒരു വിവരമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആമേൻ. അപ്പോഴാണ് താൻ പ്രാരംഭമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു പ്രൈമറി സ്കൂള് വില്യം കേറി, ആമേൻ, സ്തോത്രം, സ്ഥാപിച്ചു. എന്നിട്ട് ഗ്രാമത്തിലുള്ള സകല കുഞ്ഞുങ്ങളെയും വിളിച്ചിരുത്തി ഇന്ത്യയിലുള്ള പഞ്ചാബി, ബംഗാളി, ഒറിയ, ആസാമീസ്, മറാഠി, ഹിന്ദി, സംസ്കൃതം ഇതെല്ലാം താൻ മനപ്പാടമായി കാണാപ്പാടം പഠിച്ചു ഇരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരനെ കൂടെ കൂട്ടുപിടിച്ച് ഭാഷ മുഴുവൻ കൈവശമാക്കിയിട്ട്, തോമജ സ്തോത്രം, അല്പം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ക്ഷീണമുണ്ടല്ലേ, മുഖമൊക്കെ ഒന്ന് കഴിയച്ചു പോരെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ താൻ ഇത് നന്നായിട്ട് പഠിച്ചു. ആമേൻ. പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിരുത്തി സ്കൂൾ ആരംഭിച്ചു. വില്യം കേറിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂൾ ആരംഭിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ വലിയ ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാഷ്ട്രമാണെന്ന് പറയുന്ന പാർട്ടികൾക്കൊക്കെ അഭിമാനിക്കാൻ വകയുണ്ട്. അവർ പറയുന്ന, കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചു, ഇംഗ്ലീഷ് ഇനി മേലെ സംസാരിച്ചു പോകരുത്. ഒരു ഹിന്ദു ആചാര്യൻ അത് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിച്ചു പോകരുത്. പിന്നെ ഇങ്ങനെ എന്നാ പറയും? ഇനി എന്തോ ഭാഷ പറയും? ഇംഗ്ലീഷ് കൂടാതെ ഒരൊറ്റ വാക്ക്, ഒരു 100 വാക്ക് ഇദ്ദേഹത്തിന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും പറയുന്ന സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് പോകത്തില്ലേ ഒരു ഇംഗ്ലീഷ് വാക്ക്? നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിക്ക് ബസ് എന്നല്ലേ പറയുന്നത്? ബസ്സൊക്കെ എന്നാ ഇംഗ്ലീഷ് വാക്കാ അല്ലേ? ഇംഗ്ലീഷ് വാക്കാ. അതൊക്കെ പറയാതിരിക്കുമോ? വണ്ടിയും തന്നെ പറയും. അത് ഹിന്ദിയിലൊരു വണ്ടിക്ക് പറയുന്ന പേരെന്താ? ഗാഡിയും തന്നെ പറയൂ അദ്ദേഹം? ഇല്ല. ഏത് മനുഷ്യനെ നോക്കിയാലും, അറിവില്ലാത്ത അമ്മച്ചിമാരെ പോലും നോക്കിയാലും അവർ നല്ല സൂപ്പർ ഇംഗ്ലീഷാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം, ഞാൻ കുറ്റം പറയുന്നതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. ഒരു ആൻറ്റി പ്രാർത്ഥിച്ച് പറയാം, കർത്താവേ ഭയങ്കര മിറക്കിൾ നടക്കണമേ. അവർ സ്കൂളിൻ്റെ പഠിത്തണ പോലും അതുപോലെ കണ്ടതല്ല. ഭയങ്കര മിറക്കിൾ നടക്കണമേ. കണ്ടോ, അവർ പോലും അങ്ങ് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് കൂടാതെ ആർക്കും സംസാരിക്കാൻ കഴിയത്തില്ല. അതാ പണ്ടത്തെ ഡ്രസ്സ് എന്താ നമുക്കറിയാവോ? ഒരൊറ്റ മുണ്ട് എടുത്തിട്ട് കാലിനിടയ്ക്കൂടെ ചുറ്റി എടുത്ത് അത് മതിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് മതിയെന്ന്. സ്തോത്രം. നമ്മളിട്ടിരിക്കുന്ന പാൻറ്, നമ്മളിട്ടിരിക്കുന്ന ഷർട്ട്, നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടി, നമ്മൾ കുത്തിയിരിക്കുന്ന പെൻ, ഈ മൈക്ക്, സകല സാമഗ്രികളും ഇംഗ്ലീഷുകാരിറക്കിയതാണ്. ഇന്ത്യക്ക് എന്തുണ്ട് പറയാൻ? അഭിമാനിക്കാൻ എന്താ ഉള്ളത്? അത് താഴോട്ട് വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പറയുകയാണ്, ഇന്ത്യക്കാരല്ലാത്തവരെല്ലാം ഇവിടം വിട്ട് പോകണമെന്നാണ് ഇവിടെയുള്ളവരുടെ വാദം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരുമില്ല, ആരും ഇന്ത്യക്കാരല്ല. ഇവിടെ പണ്ട് ഈ ചരിത്രമൊക്കെ പഠിച്ചാൽ
സാറൊക്കെ ട്യൂട്ടോറി പഠിപ്പിച്ചിട്ടുള്ള വിജയ സാറിനൊക്കെ ചരിത്രം നന്നായിട്ട് അറിയാം. പണ്ട് താമസിച്ചവരൊന്നും അവരൊന്നും അല്ല, ഇവരൊക്കെ ഇവിടുന്ന് വന്നു കയറിയവരാ. സിന്ധു നദി തട സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ? അതൊക്കെ പഠിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പോകട്ടെ, ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ക്രിസ്തീയ മിഷണറിമാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. ആമേൻ. അവരായി ഇവിടെ വാഹനങ്ങൾ കൊണ്ടുവന്നതും തീവണ്ടികൾ കൊണ്ടുവന്നതും, ആമേൻ, കുരുമുളക്, ഏലക്ക, ഇഞ്ചി, ഇങ്ങനെയുള്ളതായ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നതെല്ലാം ഇവരാണ്. അവർ കച്ചവടത്തിന് വന്നെങ്കിലും ഒത്തിരി 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 പുരോഗമന ചിന്താഗതിയിലൂടെ അവർ പ്രവർത്തിച്ച അനേക കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വില്യം കേറി വന്ന് ഈ കഷ്ടതയിൽ നിന്നുകൊണ്ട് തന്നെ താൻ ചെയ്തത്, ഹല്ലേലൂയ, ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ഉന്നതന്മാരാക്കി തീർത്തു. എന്നിട്ട് അത് മാത്രമല്ല, താൻ നിരത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി ഒത്തിരി, ആമേൻ, കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ട്. ആ കുഷ്ഠരോഗികളെല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ലെപ്രസി ഹോസ്പിറ്റൽ താനാണ് സ്ഥാപിച്ചത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. കൽക്കട്ടയിൽ താൻ ഉണ്ടാക്കിയ ലെപ്രസി ഹോസ്പിറ്റലിൽ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ അവർക്ക് വേണ്ടി ഗാന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. ഫീലിംഗ് കാണിച്ചിട്ടുണ്ട്. കൈയില്ല, മൂക്കില്ല, കണ്ണില്ല. പാട്ട് പാടുമ്പോൾ ഞാൻ കൈയടിക്കുന്നതാണ്. ഈ കൈയുടെ പത്തികളൊന്നുമില്ല, കൈത്തണ്ട് മാത്രമുള്ള ആ കൈത്തണ്ട് വെച്ചാണ് അടിക്കുന്നത്. നമുക്ക് ഈ 10 വിരലും കൈ തന്നിട്ട് പോലും നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടായിരിക്കുന്നത് അല്ലേ? കൈ അടിക്കാനൊക്കെ ഭയങ്കര വിഷമമാണ്. സ്തോത്രം. നമുക്ക് തന്ന കൈയെ ഓർത്തെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഒരു വിരലിന് പോലും ഒരു കുഴപ്പം തന്നില്ലല്ലോ. ആമേൻ, സ്തോത്രം. പക്ഷേ അവരുടെയൊക്കെ ആരാധന കണ്ട് ഞങ്ങൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചൊരു പാട്ടാണ് സാരി സൃഷ്ടിക്കെ മാലി തൂമികവും. നമ്മളിവിടെ പാടിയേ പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ട് ഞങ്ങൾ ആ ലെപ്രസി ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചു. അവരെല്ലാം ആ കൈ, തണ്ട് പോലിരിക്കുന്ന കൈ മുകളിലേക്ക് ഉയർത്തി പാടുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെ കൈ ആട്ടിയാ ആഹാഹാ അല്ലേലി അവർ ഒന്നിച്ചു പാടുന്നത്. സ്തോത്രം. അവരന്ന് യേശുവിനെ പറ്റി അറിയുന്നത്, താൻ ഉണ്ടാക്കിയ ഹോസ്പിറ്റൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ അത് ചിന്തിച്ചപ്പോൾ ഞാൻ ആ കാര്യം ഓർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന പ്രശസ്തിയുള്ള ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിച്ചത് വില്യം കേറിയ. ഏതാ അത്? സെറാംപൂർ. തിയോളജിക്കലായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് സെറാംപൂർ യൂണിവേഴ്സിറ്റി. ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ ഡിഗ്രി എടുക്കുന്നത് അവിടെ നിന്നാണ്. സ്തോത്രം. പേര് കേട്ടതാണത്. കൽക്കട്ടയിൽ ചെന്നാൽ അത് കാണാൻ പറ്റും. ആ ബിൽഡിംഗ് ഇപ്പോഴത്തെ ബിൽഡിംഗാണ് ഞാനത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത്രമാത്രം താന് ദൈവത്തിനു വേണ്ടി ശക്തമായി, ഭാര്യ പോയെങ്കിലും മക്കൾ പോയെങ്കിലും ദൈവത്തിനു വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് വില്യം കേറി. കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. നമ്മൾ പുതിയ ചർച്ച ചെല്ലട്ടെ, ഇദ്ദേഹത്തിൻ്റെ ജീവിത ദിനചര്യകളെ പറ്റിയുള്ള ഒരു വീഡിയോ കാണിക്കാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ആത്മഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ ആമേൻ ആ ഭാഷകളൊക്കെ താൻ പഠിച്ചിട്ട്, ഹല്ലേലൂയ, അവരുടെ ഭാഷകളിലേക്ക് ആമേൻ ഈ ബൈബിളുകളെല്ലാം തർജിമ ചെയ്ത് എല്ലാ ഗ്രാമങ്ങളിലും കൊണ്ട് കൊടുത്തു. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുടെ കേൾക്കണമോ? ഹൈന്ദവരുടെ പുരാണമായ രാമായണം ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തു. അതൊരു വലിയ നേട്ടമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ രാമായണം പോകുവാൻ ഇടയായിത്തീർന്നത്. സംസ്കൃതമൊക്കെ താൻ പഠിച്ചതിന് ശേഷം രാമായണ പുസ്തകം മുഴുവനും ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തു. സ്തോത്രം. അത്ര ഒരു പോസിറ്റീവായ കാര്യം കൂടെ ആർക്കുണ്ട്? ഹല്ലേലൂയ, ഈ വില്യം കേറിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, അടുത്ത ഭാഗം വിട്ടേ. സ്തോത്രം. താൻ ചെയ്ത പ്രധാനപ്പെട്ട ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു, ഹല്ലേലൂയ, സതി. എത്ര പേര് സതിയെ പറ്റി കേട്ടിട്ടുണ്ട്? എന്താ അനന്തു സതിയുടെ പ്രത്യേകത? സതി സിസ്റ്റർ അല്ല, സതി ഒരു ആചാരം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഉറക്കെ പറ. പിള്ളേരൊക്കെ പഠിക്കുന്നവരല്ലേ, അവരോട് ചോദിക്കാം. അവൻ പറയട്ടെ. കൊള്ളാം. ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ആര് ചാകണം?
ഭാര്യയും ഞങ്ങൾ ഒരു 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 ദുർ ആചാരമായിരുന്നു ഇന്ത്യയിൽ നിലകൊണ്ടിരുന്നത്. ആമേൻ. ഈ മനുഷ്യൻ ഹല്ലേലൂയ ഇങ്ങനെ സുവിശേഷം പറഞ്ഞൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വരുന്ന കാഴ്ച, വെറുതെ നിൽക്കുന്ന സ്ത്രീകളെ പിടിച്ച് തീക്കൊണ്ടത്തിലാക്കി ഇടുക. വെള്ള സാരി ഉടുത്ത് നിൽക്കും, അവരെ പിടിച്ചെന്ത് ചെയ്യും? തീക്കകത്തേക്ക് ഇടും. ആൾക്കാരൊക്കെ കൂകി വിളിച്ച് കരഘോഷം ചെയ്ത്, അതുപോലെ പിന്നെ ഉപകരണങ്ങളൊക്കെ അടിച്ച് ജപിച്ചുകൊണ്ട് നിൽക്കും. ആ സമയത്ത് ഭാര്യയ്ക്ക് പോകാൻ മടിയാണെങ്കിലും ഈ സ്ത്രീയെ തള്ളി ആ കത്തുന്ന തീയിലേക്ക് തള്ളിയിടും. ഇത് കുറെ നേരം ഈ വില്യം കേറി നോക്കി നിന്നപ്പോൾ ഭയങ്കര ഭാരം തനിക്കുണ്ടായി. താൻ പറഞ്ഞു, പറ്റിയല്ല, ഈ സമ്പ്രദായം ഇനി ഇവിടെ നടക്കത്തില്ല, ഇന്ത്യയിൽ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് താൻ ശക്തമായി അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി. സ്തോത്രം. അടുത്ത ഭാഗട്ടെ, എൻ്റെ അടുത്ത വീടുകൾ. അങ്ങനെ തയ്യാറായപ്പോൾ ഹല്ലേലൂയ എല്ലാവരും കൂടി തന്നെ എതിർത്തു. ആമേൻ. ഓരോ ഭാഗം മുഴുവനിട്ടു. സ്തോത്രം. ഇത് നിങ്ങൾ വായിച്ചെടുക്കുകയോ നിങ്ങൾ ആമേൻ ഇത് കുറിച്ചെടുക്കുകയോ ചെയ്യുക. സ്തോത്രം. ഈ സതി സമ്പ്രദായം ഇരുന്ന കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ഇദ്ദേഹം ചെന്ന് അതിനെ നിരോധിച്ചു. ആമേൻ. ആ ചിതയിൽ ആ ഭർത്താവ് മരിച്ചുവെങ്കിൽ ഭർത്താവ് മാത്രമേ കത്തിയെരിയാവൂ, ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും കത്തരുത് എന്നൊരു നിയമം ഇദ്ദേഹത്തിന് പാസ്സാക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്ന് സഹായിക്കാനായി ഒരു മനുഷ്യനേക്കടെ ദൈവം തൻ്റെ സഹായത്തിനായി കൂട്ടിവരുത്തി. അതാരാണെന്ന് അറിയാമോ? അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? രാജാറാം മോഹൻ റോയ്. ഇത് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആമേൻ. ഇദ്ദേഹത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഈ വില്യം കേരിയുടെ കൂട്ടത്തിൽ ആമേൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഇദ്ദേഹത്തെ കൂടി അയച്ചു. ഹല്ലേലൂയ. സ്തോത്രം. രാജാറാം മോഹൻ റോയും കൂടെ അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇവരൊന്നിച്ച് ആ സതി ആചാരത്തിന് വേണ്ടി എതിരായി പോരാടി ആ സമൂഹത്തിലെ ആ ദുഷ്കരമായ വിപത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. അന്ന് മുതൽ സതി സമ്പ്രദായം നിർത്തലാക്കി. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഈ സ്തോത്രം രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ബ്രഹ്മസമാജ സഭയുടെ ഒരു സ്ഥാപകൻ കൂടിയായിരുന്നു. നമ്മുടെ സഭ പോലൊരു സഭയാണത്. ആമേൻ. അങ്ങനെ അവരാരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു രാജാറാം മോഹന. യേശുവിനെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലുള്ള പാട്ടും അന്യഭാഷയും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമാജമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സമാജം. ഹല്ലേലൂയ. പക്ഷേ സുവിശേഷം പറഞ്ഞ് ഒത്തിരി മാറ്റിയെടുക്കുവാൻ വില്യം കേറിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് കൂടി തന്നെയാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ദൈവദാസന്മാരെ ദൈവം സഭയുടെ പുരോഗമനത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ സഭയിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ കടന്നു വരും. 18-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുക. 18-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ആമേൻ ഫിലദൽഫിയ സഭയായിരുന്നു. ആ സഭയിൽ ഒരു മാറ്റം വരുത്തുവാൻ ആമേൻ സ്തോത്രം എഴുന്നേൽപ്പിച്ചത് വില്യം കേറി ആയിരുന്നു. വില്യം കേറി നേരെ വന്നത് ഇന്ത്യയിലേക്കായിരുന്നു. ഇന്ത്യയിൽ വന്നതോടുകൂടിയായിരുന്നു ഒത്തിരി ദുരാചാരങ്ങൾ മാറിയത്. ക്രിസ്ത്യൻ മിഷണറിമാർ അതിനോടുകൂടെ ഈ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ഓരോരുത്തരായി വന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് ഈ സഭയുടെ പ്രവർത്തനം മുഖാന്തരമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാൻ വില്യം കേറി മുതലായ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബുഖാന എന്ന് പറയുന്ന മിഷണറിമാർ വന്നിട്ടുണ്ട്. വിക്ലിഫ് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ കോട്ടയത്ത് വന്നിറങ്ങി സീമസ് പ്രസ്സിൽ ബൈബിളുകളൊക്കെ അച്ചടിച്ചു എന്ന ചരിത്രം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള മിഷണറിമാരാണ് ഈ ലോകത്ത് ഇന്ത്യയിലേക്ക് വന്നത് മുഴുവനും. അവർ വന്ന് ഒത്തിരി മാറ്റങ്ങൾ വരുത്തി എന്ന് കാണുവാനിടയായിത്തീരുന്നുണ്ട്. അവസാന ഘട്ടങ്ങളിലേക്ക് നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കുവാനിടയായിത്തീരട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര പേര് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ തയ്യാറാകും? അതിന് പാസ്റ്ററാകണമെന്ന് നിർബന്ധമില്ല. ആമേൻ. വില്യം കേറിക്ക് കിട്ടിയ ദൂതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് പാപമാണ്. ലേവ്യ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഞാൻ അറിഞ്ഞ സത്യവാചകം, ഞാൻ മനസ്സിലായ വാചകം മറ്റുള്ളവരോട് പറയുന്നില്ല എങ്കിൽ അത് പാപമാണ്. അല്ലേ? ലേവ്യ പുസ്തകം 5:1 എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഒരുവൻ സത്യവാചകം കേട്ടിട്ട്
സാക്ഷിയായി കാണുകയോ ഞാൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ ആമേൻ അങ്ങനെ പാപം ചെയ്താൽ അപ്പൊ അത് പാപമാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പാപമാണ്. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ അത് പാപമാണ്. ഈ ഒരു വലിയ ദർശനമാണ് വില്യം കേറിക്ക് ലഭിച്ചത്. അങ്ങനെയാണ് ഇന്ത്യയിൽ സുവിശേഷം പ്രചരിക്കുവാൻ ഇടയായി തീർന്നത്. AD 52 തോമസ് ലീഹ വന്നു എന്ന് പറയുന്നു, വന്നില്ല എന്നും പറയുന്നു. അതിന് ചരിത്രപരമായ എവിഡൻസുകളൊന്നും അധികമൊന്നുമില്ല. സ്തോത്രം. വന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. അതിനുശേഷം വാസ്കോഡിഗാമ വന്നു, അല്ലേ? ഇവരൊക്കെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുവാനിടയായി തീർന്നത്. ഇവരൊക്കെ വലിയ മിഷണറിമാരായിരുന്നു. നമ്മളെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇവരറിഞ്ഞ സത്യം ഇന്ത്യയിലേക്ക് വ്യാപരിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ അറിഞ്ഞ സത്യം നമ്മൾ മറച്ചു വെക്കരുത്, നമ്മൾ മറ്റുള്ളവരോട് പറയണം. യേശുവാണ് ദൈവമെന്ന് ഒരു വാക്കിൽ പറയുവാൻ കഴിയണം. ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുക. ഫിലദൽഫിയ സഭയോട് പറയുന്നത്, ഒരു കുറ്റവും അവരോട് പറഞ്ഞില്ല എങ്കിലും അവരെ അനുമോദിച്ചത്, അവരെ പ്രബോധിപ്പിച്ചത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നീ അത് മുറുകെ പിടിച്ചുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ദർശനം ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെടാത്ത പലരോട് സുവിശേഷം പറയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേരതിന് തയ്യാറാകും? കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയെപ്പോലെ സഹോദര സ്നേഹമുള്ള സഭയായി തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം. കുടുംബത്തിലുള്ള ഭർത്താവിനെ സ്നേഹിക്കാം, കുടുംബത്തിലുള്ള ഭാര്യയെ സ്നേഹിക്കാം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം, മാതാപിതാക്കന്മാരെ സ്നേഹിക്കാം, നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സഹോദര സ്നേഹമുള്ള ഒരു കുടുംബമായി തീരുവാൻ, ഹല്ലേലൂയ, ഒരു സംസ്ഥാനമായി തീരുവാൻ, ഒരു രാജ്യമായി തീരുവാൻ, രാഷ്ട്രമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ശക്തമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കഷ്ടത അനുഭവിച്ചിട്ട്, ഈ വേദനകളൊക്കെ അനുഭവിച്ചിട്ട് ആരാധനയ്ക്ക് വന്നിട്ടും ഞാൻ കൈവിടപ്പെട്ടു പോകരുത് കർത്താവേ. എന്നെ അവിടുത്തെ രാജ്യത്തിൻ്റെ അംഗമാക്കി തീർക്കണമേ എന്ന് ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്, നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. നാം അറിഞ്ഞ സുവിശേഷം, നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി സ്വർഗ്ഗം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം.